വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി റെസിപ്പി ആയിട്ടാണ്. മിക്ക ആളുകൾക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ചെറിയ വീഡിയോ ആണ്, മുഴുവനായി ഇരുന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കേണ്ടത്. ആദ്യം അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകമാണ്, ജീരകം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിയായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പം ഞാൻ ചട്ടിയിലാണ് ഈ ഒരു മീൻ കറി തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ഇതൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിത് മൂടി വെക്കാം. കറി നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. അതിനുശേഷം മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് ചേർക്കുന്നത്. 3 അയല ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഏത് വലിയ മീനായാലും കുഴപ്പമില്ല. അപ്പോൾ മീൻ ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് പാകാണോ നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വീണ്ടും അടച്ചു വെക്കാം. മീൻ ചേർത്തതിന് ശേഷം കറി വീണ്ടും നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. 1 കപ്പ് തൈര് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വെച്ചതാണിത്. അപ്പോൾ തൈര് ഉടച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ചൂടായിട്ട് വരുന്നുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി എടുത്തു വെച്ചതിന് ശേഷം കടുക് താളിച്ചിടാം. കടുകും വറ്റൽമുളകും ഉലുവയൊക്കെ നമുക്ക് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്